എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മുക്തമായതിൻ്റെ ഓർമ്മ പുതുക്കി ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ ദിവസം നമ്മൾ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ചെങ്കോട്ടയുടെ നെറുകയിൽ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോൾ അവസാനമായത് 200 വർഷം നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രധാനമായ അർദ്ധരാത്രി പ്രസംഗം ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു. അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും. അന്നു മുതൽ രാജ്യം ലോകത്തിനു മുൻപിൽ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തലയുയർത്തി നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നില്ല. ബ്രിട്ടീഷുകാർ നമ്മെ ഭരിക്കുകയും അന്യായമായ പല നിയമങ്ങൾക്കും നമ്മുടെ മേൽ അടിച്ചമർത്തുകയും ചെയ്തു. എന്നാൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ നമ്മുടെ മഹത്തായ നേതാക്കളും മറ്റനേക സ്വാതന്ത്ര്യ സമര സേനാനികളും ഇന്ത്യയെ സ്വതന്ത്രയാക്കാൻ കഠിനാധ്വാനവും ത്യാഗവും സഹിച്ചു. അവർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കായി മുന്നിട്ടിറങ്ങുകയും മുഴുവൻ ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷ് ഭരണത്തെ ചെറുക്കാനുള്ള ധൈര്യം നൽകുകയും ചെയ്തു. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15-ന് അർദ്ധരാത്രി ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി. എല്ലാ ഇന്ത്യക്കാർക്കും അത് വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമായിരുന്നു. എല്ലാ വർഷവും നമ്മുടെ ദേശീയ പതാക ഉയർത്തി ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ സ്മരിച്ചും നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നു. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കണമെന്നും അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി പോരാടിയ എല്ലാവരോടും നന്ദി പറയാൻ നമുക്ക് ഈ നിമിഷം എടുക്കാം. അവർ നമുക്കായി നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ കാത്തുസൂക്ഷിച്ച് നല്ല പൗരരായി വളരാൻ നമുക്ക് ഈ ദിവസം പ്രതിജ്ഞയെടുക്കാം. എല്ലാവർക്കും